നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. GLP സ്കൂൾ തൃക്കണ്ടിയൂർ ലാപ്ടോപ്പ് സമർപ്പണവും കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനവും. തൃക്കണ്ടിയൂർ GLP സ്കൂളിൽ ലാപ്ടോപ്പ് സമർപ്പണവും കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയുടെ അധ്യക്ഷതയിൽ തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 ലക്ഷം രൂപ അനുവദിച്ചാണ് ലാപ്ടോപ്പ് വാങ്ങിയത്. പൂർവ്വ വിദ്യാർത്ഥി സംഘടന OSA, തിരൂർ അർബൻ ബാങ്ക്, തിരൂർ റീജിയണൽ എംപ്ലോയീസ് സൊസൈറ്റി PTA എന്നിവയുടെ സഹകരണത്തോടെ കമ്പ്യൂട്ടർ ലാബും സജ്ജമാക്കി. പ്രീ പ്രൈമറി വർണ്ണകൂടാരത്തിന്റെ ഭാഗമായി നിർമ്മിച്ച പുറം കളിയിടത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK അബ്ദുൽ സലാം മാസ്റ്റർ നിർവഹിച്ചു. വിദ്യാലയത്തിലെ ഹരിതസഭയുടെ ഉദ്ഘാടനം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഫാത്തിമത്ത് സജിനയും നിർവഹിച്ചു. പ്രധാന അധ്യാപിക K പ്രകാശിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MP റസിയ ഷാഫി, കൗൺസിലർ അഡ്വക്കേറ്റ് ജീന ഭാസ്കർ, തിരൂർ ഉപജില്ലാ AEO VV രമ, OSA പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിക്രമകുമാർ, സെക്രട്ടറി K ഹസൻ മാസ്റ്റർ, PTA വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശോക് കുമാർ, നെറ്റ്വ പ്രതിനിധി KK അബ്ദുൽ റസാഖ് ഹാജി, MPTA പ്രസിഡന്റ് രമ്യ അനിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച ചടങ്ങിൽ PTA പ്രസിഡന്റ് മണമ്മൽ ഉദയേഷ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി MN സാബിറ നന്ദിയും പറഞ്ഞു. ഒരു ക്ലാസ് റൂമും അതിനുവേണ്ട സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുമുണ്ട്. കുറുക്കോളി സാഹിബ് നമുക്ക് ഈ കമ്പ്യൂട്ടർ അനുവദിച്ചിട്ടുള്ള 2 ലക്ഷം രൂപ ആസ്തി ഫണ്ടിൽ നിന്നുമാണ് അനുവദിച്ചിട്ടുള്ളത്. GLP സ്കൂളിന് സമ്മാനിച്ച കമ്പ്യൂട്ടർ ലാബുകളുടെ ഉദ്ഘാടനവും അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടി അനുവദിച്ച ചിൽഡ്രൻസ് പാർക്കുമൊക്കെ ഇന്ന് ബഹുമാന്യനായ MLA ഉദ്ഘാടനം ചെയ്ത് തുറന്നു കൊടുത്തിരിക്കുകയാണ്. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂൾ എന്ന നിലയ്ക്ക് എല്ലാ തരത്തിലുള്ള അനിവാര്യമായ സാഹചര്യങ്ങളും അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കേണ്ടത് അതാത് ഭരണസമിതികളുടെയും MLA അടക്കമുള്ള ഞാനടക്കമുള്ള ജനപ്രതിനിധികളുടെയും കടമയാണ്. എല്ലാ തരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ സ്കൂളിൻ്റെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് മാറ്റുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ഓരോ ജനപ്രതിനിധികളും അവർക്ക് കിട്ടാവുന്ന ഫണ്ടുകളൊക്കെ ഇത്തരത്തിലുള്ള സ്കൂളിലേക്ക് വെക്കുകയും അത് അതിൻ്റെ രൂപത്തിൽ തന്നെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാം പഴയ പോലെയല്ല, നമ്മുടെ വളരെ ചെറിയ കുട്ടികൾ പോലും സ്മാർട്ട് ഫോൺ പോലും വളരെ നന്നായി ഉപയോഗിക്കാൻ കഴിവുള്ളവരാണ്.
അപ്പം അത്രയും ഏബിളായിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് അനുയോജ്യമായ അവസരോചിതമായ സമയങ്ങളിൽ അവർക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ജനപ്രതിനിധികൾ തയ്യാറാകുന്നു എന്നത് തീർത്തും അഭിമാനകരമായ കാര്യമാണ്. ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിനമാണ്. നിങ്ങളുടെ ഈ കൊഞ്ചലും കളിയും കാണാൻ എന്തൊരു ചന്തമുണ്ട്. ഞങ്ങളൊക്കെ നിങ്ങളെപ്പോലെ ഇതുപോലെ കുസൃതി കളിച്ച് വന്ന ആളുകളാണ്. അന്ന് നിങ്ങൾക്കുള്ള ഈ സൗകര്യങ്ങളൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. നല്ല പുസ്തകങ്ങളും ബാഗും നല്ല ഉടുപ്പും നല്ല സൗകര്യങ്ങളുള്ള സ്കൂളും ഒക്കെ ലഭ്യമായിരിക്കുകയാണ്. ഇത് പോരാ, ഇനിയും കൂടണം സൗകര്യങ്ങൾ എന്നാണ് ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ ആഗ്രഹവും. അതുകൊണ്ട് അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടുത്തെ ജനപ്രതിനിധികൾ എന്ന നിലക്ക് ഞങ്ങൾ നിങ്ങളെ അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തി തരാൻ സദാ സന്നദ്ധരാണ് എന്ന് അറിയിക്കുക മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത്. നമുക്ക് ഇത്തരത്തിലുള്ള സ്കൂളുകളെ കൂടുതൽ വിപുലപ്പെടുത്തി ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളുകൾ, ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥത എന്ന് പറയുമ്പോൾ അവിടുത്തെ നാട്ടുകാരുടെ മേൽനോട്ടത്തിൽ ഉണ്ടാകേണ്ട സ്കൂളാണ്. ഇതിന് നോക്കാൻ ഒരു മുതലാളി ഉണ്ടാവില്ല. എല്ലാവരുമാണ്, ഈ നാട്ടിലെ ആളുകളാണ് ഈ സ്കൂളിനെ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് സർക്കാരിൽ നിന്ന്, പ്രാദേശിക ഭരണകൂടങ്ങളിൽ നിന്ന്, ജനപ്രതിനിധികളിൽ നിന്ന് കിട്ടുന്ന സഹായവും അതിനപ്പുറവും ലഭ്യമാക്കി നമുക്ക് ഒരു ലോകോത്തര നിലവാരത്തിൽ നമ്മുടെ ഈ സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. കുട്ടി മുതൽ മൊബൈൽ ഫോണും ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് LP കുട്ടികളാണെങ്കിലും അവർക്ക് ലാപ്ടോപ്പും അതുപോലെ തന്നെ നമ്മുടെ സജ്ജീകരണങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുകൾ 4ാം ക്ലാസ് വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ കുട്ടികൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയാണ്. ഇത് ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു സഹായമാണ് ഈ സ്കൂളിൽ നമ്മുടെ MLA അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികളെല്ലാം കൂടി ഒരുക്കിയിട്ടുള്ളത്. അതറിയില്ല അല്ലേ? നമ്മുടെ സംസ്ഥാനത്തെ സമ്പൂർണ്ണമായി മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ ക്യാമ്പയിനാണ് മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ. ഈ മാലിന്യമുക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? മാലിന്യത്തെ ഇല്ലാതാക്കുക. നമുക്ക് മാലിന്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം നമ്മൾ മനുഷ്യരുള്ളിടത്തോളം കാലം എന്തുണ്ടാവും? മാലിന്യം ഉണ്ടാവും. നമ്മൾ കഴിച്ച് ഉപേക്ഷിക്കുന്നവ, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഉപേക്ഷിക്കുന്ന ജൈവ മാലിന്യങ്ങൾ, അല്ലാതെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള അജൈവ മാലിന്യങ്ങൾ, ഇതൊക്കെ നമ്മൾ മനുഷ്യരുള്ളിടത്തോളം കാലം ഈ ഭൂമിയിൽ അവ നിലനിൽക്കും. ഫുഡിന്റെ അവശിഷ്ടങ്ങൾ, നിങ്ങൾ വെജിറ്റബിളിന്റെ, ഫ്രൂട്ട്സിന്റെ, ഇതിൻ്റെയൊക്കെ തൊലി, ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളെ വീട്ടിൽ എന്താ ചെയ്യുക? തൊട്ടടുത്ത പറമ്പിൽ ഒരു വാഴന്റെ അല്ലെങ്കിൽ തെങ്ങിന്റെ തോപ്പിൽ കൊണ്ടുപോയിട്ട് ഇടും, ചോട്ടിൽ കൊണ്ടുപോയിടും. അങ്ങനെയല്ലേ നിങ്ങൾ അമ്മമാര് ചെയ്യാ? എന്നാ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? കുറച്ച് ദിവസം കഴിയുമ്പം അതിലേക്ക് ബാക്ടീരിയകൾ, പുഴുക്കൾ വരും, എലി വരും. ഇത് എന്തുണ്ടാക്കും? സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, എലിപ്പനി, ഡെങ്കിപ്പനി, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ പരത്തും. അപ്പൊ അതങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അതിനാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ റിംഗ് കമ്പോസ്റ്റ് അല്ലെങ്കിൽ ബയോബിൻ എന്ന് പറയുന്ന സംവിധാനങ്ങൾ കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ വീടുകളിൽ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും വീട്ടിൽ കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ തിരൂർ നഗരസഭയ്ക്ക് അകത്തുള്ള ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ ഈ റിംഗ് കമ്പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വീടുകളിൽ അതെന്താ ചെയ്യുന്നത്? നമ്മൾ വേറെ എന്തെങ്കിലും വേസ്റ്റ് കൊണ്ടുപോയിടാം, അല്ലെങ്കിൽ ചിലർ കോഴിനെ വളർത്തുക, ചിലർ ബയോബിന്നിലൊക്കെ വൃത്തിയായി ഡ്രസ്സൊക്കെ ഇട്ട് മടക്കി വെക്കുന്നുണ്ടാവും. ഇങ്ങനെയാണോ ചെയ്യുക? അല്ല. അതിൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഇടുക, കുറച്ച് ചകിരിച്ചോറ് ഇടുക. ഇനോക്കുലം എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വിഘടിച്ച് വളമാകും. ഈ വളം നമുക്ക് എന്തിനു ഉപയോഗിക്കാം? കൃഷിക്ക് ഉപയോഗിക്കാം. മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിന് വേണ്ടിയുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളിൽ തൃക്കണ്ടിയൂർ GLP സ്കൂളിനെ ഏറ്റവും മികവുറ്റതാക്കുന്നതിനുള്ള ഒരു നല്ല പ്രവർത്തനമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടുള്ളത്. പുതിയ വിവര സാങ്കേതിക വിദ്യ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അതിനാവശ്യമായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വിദ്യാലയ അധികൃതരുടെയും ഭരണകൂടത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയായിട്ട് നമ്മൾ കാണുകയാണ്. ആ ബാധ്യതയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ വിദ്യാലയത്തിൽ പഠനരംഗത്തൊക്കെ ഏറെ മികവ് പുലർത്തുന്ന ഈ വിദ്യാലയത്തിന് ഇവിടുത്തെ കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ലാപ്ടോപ്പുകൾ, കമ്പ്യൂട്ടറുകൾ നൽകുക എന്നുള്ളത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് വേണ്ടി 2 വർഷം മുമ്പ് ഇതേ വേദിയിൽ വെച്ച് നമ്മളൊരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ നമ്മൾ നിവേദനമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MLA അഭ്യർത്ഥിച്ചു. ആ അഭ്യർത്ഥന അദ്ദേഹം സ്വീകരിക്കുകയും അന്നേ ദിവസം തന്നെ നമുക്കിതിനാവശ്യമായ സാമ്പത്തിക സഹായം അനുവദിക്കാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിരുന്നു. പിന്നീടുള്ള ചില സാങ്കേതികമായിട്ടുള്ള പ്രയാസം മൂലം 2 വർഷം വൈകിയെങ്കിലും
ഇന്ന് നമുക്ക് ലാപ്ടോപ്പുകൾ 6 ലാപ്ടോപ്പ് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു വേദിയിൽ ഇതേപോലെയുള്ള മറ്റൊരു വേദിയിൽ വെച്ചാണ് MLA നമ്മൾക്ക് കമ്പ്യൂട്ടർ അനുവദിച്ചത്. അന്ന് കോവിഡ് കഴിഞ്ഞ് സ്കൂൾ തുറന്ന സമയമാണ്. നമ്മളവിടെ ഉണ്ടായിരുന്ന മുൻ MLA മമ്മൂട്ടി സാർ തന്നിരുന്ന കമ്പ്യൂട്ടറുകൾ കേടായ ഒരു സമയം, കുട്ടികൾക്ക് പഠിക്കാൻ കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരവസരത്തിലാണ് MLA യാത്രയപ്പിനായിട്ട്, മേദിനി ടീച്ചറുടെ യാത്രയപ്പിനായിട്ട് ഇവിടെ എത്തിയത്. ടീച്ചർ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച ഏക ആവശ്യം കുട്ടികൾക്ക് കമ്പ്യൂട്ടറുകൾ വേണമെന്നുള്ളതായിരുന്നു. ഒട്ടും വൈമനസ്യമില്ലാതെ കമ്പ്യൂട്ടറിന്റെ ആവശ്യകത ഏറ്റവും നന്നായി അറിയുന്ന അദ്ദേഹം ആ വേദിയിൽ വെച്ച് നമുക്ക് 5 കമ്പ്യൂട്ടറുകൾ പ്രഖ്യാപിക്കുകയുണ്ടായത്. ആ പ്രഖ്യാപനം കഴിഞ്ഞ് 2 വർഷവും 9 മാസവുമായി ഈ കമ്പ്യൂട്ടർ നമ്മളുടെ കയ്യിലെത്തിയപ്പോൾ ഹരിതസഭയുടെ നല്ല ഭംഗിയായ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽത്ത് ചെയർപേഴ്സൺ പറഞ്ഞു തന്നപ്പോൾ നല്ല ഉഷാറിൽ നിങ്ങളൊക്കെ അത് കേട്ടിരുന്നു. അതുപോലെ ചെയ്യൂലേ? എങ്ങനെ മാലിന്യമുക്ത കേരളം, നിങ്ങളിൽ നിന്ന് എങ്ങനെ തുടങ്ങാമെന്ന ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എല്ലാവരും അതുപോലെ ചെയ്യുക. വീടുകളിൽ നിങ്ങളുടെ അമ്മമാരോടൊക്കെ പോയിട്ട് കാര്യങ്ങൾ പറയുക. നിങ്ങൾക്ക് കിട്ടിയ, കൂടാതെ നമുക്ക് ഇവിടെ കിട്ടിയ നിങ്ങളുടെ ലാബ്, കമ്പ്യൂട്ടർ സൗകര്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനാവട്ടെ. അതുമാത്രമല്ല, ഇതിനു വേണ്ടി പ്രയത്നിച്ച PTA, OSA, രക്ഷിതാക്കൾ എല്ലാവർക്കും MLA-യോടും നന്ദി പറഞ്ഞുകൊണ്ട് അതിൽ നമുക്കൊരു സന്തോഷം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു സർക്കാർ സ്കൂളാണ്, നമുക്ക് നമ്മളുടേതായ പരിമിതികളുണ്ട്. പക്ഷെ അതിൽ നിന്നും ഇപ്പോൾ സർക്കാരിൻ്റെ സഹായം MLA വഴി ലാപ്ടോപ്പുകളായി നമ്മളിവിടെ എത്തി. നമ്മളുടെ പരിമിതികളിൽ നിന്നും നമ്മൾ ഉയരുമ്പോഴാണ് അതിനൊരു സന്തോഷത്തിന് ഇരട്ടിയാവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ നമ്മളുടെ പ്രധാന അധ്യാപിക മേദിനി ടീച്ചർ റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് ഞാനുണ്ട്, സീതേച്ചിയുണ്ട്, എല്ലാവരുടെയും മുന്നിൽ നിന്നാണ് മേദിനി ടീച്ചർ പറയുന്നത് ഞങ്ങളുടെ സ്കൂളിന് കമ്പ്യൂട്ടർ വേണം എന്ന് പറയുന്നത്. അപ്പം തന്നെ MLA പറഞ്ഞു ഞങ്ങൾ തരാം, തീർച്ചയായിട്ടും. അപ്പം തന്നെ ആ വേദിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു കമ്പ്യൂട്ടർ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ടീച്ചർ പറഞ്ഞ മാതിരി 2 വർഷം കാത്തിരുന്നെങ്കിലും നമുക്ക് ലാപ്ടോപ്പൊക്കെ കിട്ടി. നമ്മളെല്ലാവരും സന്തോഷത്തിലാണ്. ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ കൈകൊണ്ട്, ഷോളുകൊണ്ട്, പേപ്പർ കൊണ്ടൊക്കെ ഇങ്ങനെ വീശിന് കണ്ടു. അപ്പം ഞാൻ റസാഖാജിയോട് പറഞ്ഞു, ഏറ്റവും വലിയ മൈലേജ് ഇവിടെ കിട്ടിയ ആളാണെന്ന് KK റസാഖാജി. പണ്ട് പറയും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ശബ്ദം ഏതാ വെച്ചാൽ K വിദ്യാധരൻ, മഞ്ജുള ബേക്കറി, ആലപ്പുഴ പറയും, ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ആളാണ്. അപ്പോൾ അതായിരുന്നു ഏറ്റവും ഉയർന്നു കേൾക്കുന്നത്. പക്ഷെ ഇവിടെ വന്നാൽ എപ്പോഴും കേൾക്കണ പേര് ഒന്നേ ഉള്ളൂ. ഞങ്ങളെന്നല്ല, ഞാനും അസമാഷൊക്കെ പുറത്താണ്, ഞങ്ങൾക്ക് 12th മാനും 13th മാനും ഒക്കെ ഉണ്ട്. അവിടെ ആകെ കേൾക്കണ പേര് KK റസാഖാജിയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, റസാഖാജി ഇത്രയും പേര് കിടച്ചിരിക്കും, നമ്മളിവിടെ ചുട്ടിരിക്കുകയായിരുന്നു. ഉദ്ദേശ് മെനക്കെട്ടിട്ടാണ് ഇപ്പോൾ ഫാൻ കൊണ്ടെന്ന് വെച്ചത്. അപ്പോൾ ഒരു ഫാൻ ഇവിടെ വേണം എന്ന് പറഞ്ഞപ്പോൾ അഖിൽ പറഞ്ഞോളൂ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യത്തിന് പരിഹാരമായി, അടുത്ത മീറ്റിങ്ങിന് ഇവിടെ ഒരു ഫാനാവും. അപ്പോഴാണ് അവിടെ ഇങ്ങനെ വീശിന് കണ്ടപ്പോൾ ജീന ചോദിക്കുകയാണ് എന്നോട്, ചോദിക്കുകയാണ് അതെന്താ വിക്രമേട്ടാ നിങ്ങൾ റസാഖാജിയോട് മാത്രം വെച്ച് ഞാൻ ശീലാന്ന് വിചാരിച്ചിട്ടാണോ എന്ന് പറഞ്ഞു. അപ്പോൾ ജീനോട് പറഞ്ഞു കുഴപ്പമില്ല കുട്ടി, ഞാൻ പറഞ്ഞോളാം, റസാഖണ്ട. അങ്ങനെ എൻ്റെ പ്രിയ സഹോദരി പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ഫാന് ജീനയുടെ വക വെച്ചിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. 2 കയ്യിലിപ്പോൾ. പിന്നെ അശോകൻ എന്നോട് ചോദിച്ചില്ല കസേരയുടെ കാര്യം. അശോകനെ ഇടയ്ക്ക് ഇന്നിങ്ങനെ മറക്കും, വക്കീലാണെന്നും അശോകൻ മറന്നു പോകും. അതുകൊണ്ട് കസേരയുടെ കാര്യം വേണ്ട, ഞങ്ങൾ OS ചെയ്തു കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്, ഇനിയും അതിന് തയ്യാറാണ്. തന്നെ നമുക്ക് ഈ ഡിജിറ്റൽ ലോകത്തേക്ക് നമ്മുടെ കുട്ടികളെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ MLA വാക്ക് പാലിച്ചു. അതിൽ സന്തോഷം. നമുക്കറിയാം, ഒരു വിദ്യാലയത്തിന്, പ്രത്യേകിച്ച് ഒരു പൊതുവിദ്യാലയത്തിൻ്റെ ഉന്നമനം എന്ന് പറയുന്നത് അവിടുത്തെ OSA, അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, PTA, MPTA ഇതുപോലെയുള്ള വെൽഫെയർ കമ്മിറ്റി ഉണ്ടെങ്കിൽ അവർ, അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനമാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഈ സ്കൂളിൽ ഇവരെല്ലാം സഹകരിക്കുന്നുണ്ട്. MLA തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഒരുപാട് ഫണ്ടുകൾ ഇവിടെ വരുന്നുണ്ട്. എല്ലാം കൊണ്ട് നമുക്ക് പൊതുവിദ്യാലയം, നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ തന്നെ പറയുന്ന ഊന്നൽ കൊടുക്കുന്നൊരു സംഗതിയാണ് കൂട്ടിപ്പിടി. ടീച്ചർ ചെയ്ത പോലെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് വിദ്യാലയത്തിൻ്റെ വികസനം സാധ്യമാക്കി എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പ്രകാശന ടീച്ചർ ഇവിടെ വിക്രമേട്ടൻ പറഞ്ഞ പോലെ കൂട്ടിപ്പിടിച്ച് ചെയ്യാന്ന് പറയുന്നത് ഒരു HM ആണ്, ഒരു സ്കൂളിൻ്റെ ഏറ്റവും വലിയ നെടുനായകത്വം വഹിക്കുന്ന ആൾ. വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് നമ്മളെ ജയകുമാർ സാറാണ് അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ആ സമയത്തൊക്കെ വിക്രം സാറ് പറയുമായിരുന്നു, ആ മീറ്റിങ്ങൊക്കെ കൂടിയ സമയത്ത് ഈ വിദ്യാലയത്തിലുള്ള എല്ലാവർക്കും നമ്മളത് ഗിഫ്റ്റ് കൊടുക്കുകയുണ്ടായി. അത് ഓർക്കുന്നുണ്ടാവും.
അപ്പോൾ എല്ലാ കാര്യത്തിലും അത് എൻ്റെ നിമിത്തം മാത്രമേ ഉള്ളൂ. ഞാനല്ല ചെയ്യുന്നതെങ്കിലും കൂടി നമ്മളെ ഒരു ഇപ്പോൾ സമാഷ് പറഞ്ഞ മാതിരി അന്ന് മേദിനി ടീച്ചറായിരുന്നു ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മളെ പ്രകാശൻ ടീച്ചറാണ്. അപ്പോൾ ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയുടെ ഒരു കരുത്തും അവരുടെ ഒരു പ്രോത്സാഹനവും ഒരു ഉത്സാഹവുമാണ് ഇത്രയും നല്ല രീതിയിൽ നമ്മളെ നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി ഇതിൻ്റെ ഒരു നല്ല രീതിയിൽ എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ. ഇതിനു മുമ്പ് ഒത്തിരി പ്രോഗ്രാമുകൾ ഇവിടെ നടന്നു പോയിട്ടുണ്ട്. അതിനൊക്കെ സഹകരണം പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മളുടെ പ്രകാശിനി ടീച്ചറെ. നിങ്ങൾ HMനെ ഇത്രയും നല്ലൊരു HMനെ കിട്ടിയ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് കിട്ടിയ HMനെ ഈ വിദ്യാർത്ഥികളോട് ഞാൻ പറയാം, നിങ്ങളൊരു ഭാഗ്യമായിട്ട് നമ്മൾ HMനെ കാണണം. HMന്റെ തോളോട് ചേർന്ന് നിൽക്കുന്ന നമ്മളെ സാബി ടീച്ചറുണ്ട്. ഏത് സമയത്തും സദാ ചിരിച്ചുകൊണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വിഷമുണ്ടെങ്കിൽ ഇങ്ങോട്ട് സ്കൂളിലേക്ക് വന്നാൽ മതി കേട്ടോ. എന്താ ടീച്ചറെ എന്ന് വെച്ചാൽ അപ്പം ചിരിക്കും. അത് ഞാൻ പറയുന്നു, ഈ ചെറിക്ക് വേണ്ടി ഒരു അവാർഡ് നമ്മൾ ഏർപ്പെടുത്തണം എന്ന് അതിൻ്റെ അങ്ങനെ എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ ടീച്ചേഴ്സ് ആയാലും നമ്മൾ അധ്യാപികമാരായാലും ഒക്കെ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു പുഞ്ചിരി മതി നമുക്ക് മനസ്സിനെ സന്തോഷിപ്പിക്കാൻ. നമ്മളെല്ലാവരും മുൻകൈ എടുത്ത് പ്രവർത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും PTA കമ്മിറ്റിക്ക് വേണ്ടി പറഞ്ഞ് അവസാനിപ്പിക്കുക. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മറ്റ് സ്കൂളുകൾ കമ്പ്യൂട്ടർ ലാബ് ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് കമ്പ്യൂട്ടർ ലാബ് ഉണ്ടായിരുന്നു. അന്ന് വളരെ നന്നായിട്ട് കമ്പ്യൂട്ടർ ടീച്ചറും ലാബും ഒക്കെ പ്രവർത്തിച്ചിരുന്നതാണ്. പിന്നീട് കോവിഡ് കാലത്ത് നമ്മുടെ ഡെസ്ക്ടോപ്പുകളൊക്കെ കേടുവരികയും അതിനെ തുടർന്ന് നമുക്ക് പ്രൊജക്ടറുകൾ ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ലഭ്യമായ തരത്തിൽ ലാപ്ടോപ്പുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ MLAയുടെ സഹകരണത്തോടു കൂടി കുറച്ച് വൈകിയാണെങ്കിലും നമുക്ക് നല്ലൊരു കമ്പ്യൂട്ടർ ലാബ് സജ്ജീകരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം 6 ലാപ്ടോപ്പുകൾ തന്നു. പിന്നെ നമ്മുടെ എല്ലാ അഭ്യുദയകാംക്ഷികളും നമുക്ക് അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി. അപ്പം ഇത് വളരെ സന്തോഷകരമായൊരു മുഹൂർത്തമാണ്. ഇതിൽ നന്ദി അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. മീഡിയ ന്യൂസ്, തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 0494242905. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.